ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നൂറ് ഹബീബെ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടാവും. അപ്പോൾ ആറ്റക്കോയ തങ്ങൾ അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം കുറേ ആളുകൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോഴൊന്നും ഞാൻ പ്രതികരിക്കാൻ പോയില്ല കേട്ടോ. അപ്പോഴൊന്നും ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ അൻസാരി സുഹാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. അതായത് നൂറ് ഹബീബെ ആറ്റക്കോയ തങ്ങളുടെ ഒരു ചെറിയൊരു നെഗറ്റീവായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം: നമ്മളാണ് നമ്മളെ വലിച്ചു കീറാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ലത് ചെയ്താലും അതൊന്നും ആരും കാണില്ല. നമ്മുടെ പേരിൽ എന്താണോ ഒരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരുന്നത് അതായിരിക്കും വേഗം സ്പ്രെഡായി പോകുന്നതും എല്ലാവരിലേക്കും എത്തുന്നതും. ഇപ്പോൾ ആറ്റക്കോയ തങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് ഒരിക്കലും ആർക്കും പറയാനും പറ്റില്ല. അത് അൻസാരി ഉസ്താദ് പറയുന്നുമുണ്ട്, മനസ്സിലായി. അപ്പോൾ ഒരു ഭയങ്കര നിഷ്കളങ്കമായൊരു വ്യക്തിയാണ് ആറ്റക്കോയ തങ്ങൾ. അപ്പം ആളിനെ ഒരുപാട് അതിനെ ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ മറ്റുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നും ഉസ്താദ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചർച്ചയാകപ്പെട്ടത് ആറ്റക്കോയ തങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കൊടിമരം ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ട്. ആ കൊടിമരത്തിൻ്റെ താഴെ നിറയെ പൈസ ഇട്ടിരിക്കുകയായിരുന്നു. അതായത് പണം കായ്ക്കുന്ന കൊടിമരം എന്നാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് കേട്ടോ. അത് ഒരാൾ ചിലപ്പോൾ അറിയാതെ ഒരു 50 രൂപ 10 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നാലെ വരുന്ന ആളുകളൊക്കെ പൈസ ഇടുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഇവർ കണ്ടിട്ടില്ല. അതായത് ഉസ്താദ് തങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ് അൻസാരി ഉസ്താദ് ചോദിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ പല മിസ്യൂസായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന നന്മകൾക്കേറെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ കിട്ടാനായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. നിങ്ങൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടിയും വരും. അപ്പോൾ എന്തായാലും അൻസാരി ഉസ്താദ് ഞാൻ എല്ലാവരെയും ബഹുമാനിച്ച് പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി തന്നെ പോകണ്ടേ. അപ്പോൾ എന്തായാലും ഇനിയും ആ ഒരു മജ്ലിസ്, നൂറ് ഹബീബ് മജ്ലിസ് ഇനിയും ഉയരങ്ങളിൽ എത്തവും വേണം. പക്ഷെ അത് മിസ്യൂസ് ആവാതെ വേറൊരു രീതിയിൽ പോകാനും പാടില്ല. പിന്നെ ഇത് കൊടിമരത്തിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതല്ലാതെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ആറ്റക്കോയ തങ്ങൾ ഒരു ലൈവ് ഇടുന്ന സമയത്ത് ഒരു ലേഡിയുടെ സംസാരം വന്നു. ഒരു മിനിറ്റ് കേട്ടോ, കസ്റ്റമർ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേട്ടു. ഞാനും കേട്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചവർക്ക് എന്തോ ഒരു ദേഹാസ്വസ്ഥയോ അല്ലെങ്കിൽ എന്തോ ഒരു വയ്യായിക കാരണം അവരവിടെ നിന്ന് നിലവിളിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക. അവർ പല രീതിയിലും പറഞ്ഞു. ആറ്റക്കോയ തങ്ങളിങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ അതെന്തൊരു വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തതായിരിക്കും, ആ പെണ്ണിനെ വേറെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ആ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ആ ഒരു മജ്ലിസിനെയോ അല്ലെങ്കിൽ ആ ഒരാളെയോ ഇല്ലാതാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് തെറ്റുകളിൽ നിന്ന് ഒരുപാട് ശരികളുണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല. ചില തെറ്റുകൾ മനുഷ്യനാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ പേരിൽ പല കള്ളത്തരവും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉയരങ്ങളിൽ എത്തവും വേണം. ഒപ്പം ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രാക്ക് പറയില്ലേ, അത് ചില ആളുകൾക്ക് മാത്രമേ ഈ പ്രാക്ക്. കാരണം ഇവരുടെ ഈ ഒരു മജ്ലിസ്
ഒന്നും കൂടെ ഉയർന്ന് പോകുന്നത് ചില ആളുകൾക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഇനിയും വിമർശനങ്ങൾ വരുമ്പോഴാണല്ലോ ഒന്നും കൂടെ പിന്നെ ഹൈലൈറ്റ് ആയിട്ട് ആരാണെന്ന് അറിയാത്ത ആളുകൾ പോലും അയാളെ നൂറ് ഹബീബ് മജ്ലിസിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണല്ലോ വിജയം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.